ടൈറ്റാനിക് തകർന്നുകൊണ്ടിരിക്കുകയാണ്. കപ്പലിലെ യാത്രക്കാരും ജോലിക്കാരും പേടിച്ച് വിറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. അവിടെയാണ് ചാൾസ് മുന്നോട്ട് വരുന്നത്. ചാൾസ് ആക്ച്വലി ടൈറ്റാനിക്കിലെ ഒരു ഹെഡ് ബേക്കർ ആയിരുന്നു. കപ്പലിൽ റൊട്ടി ഉണ്ടാക്കുന്ന ടീമിന്റെ തലവൻ. ചാൾസ് ആദ്യം ചെയ്തത് ലൈഫ് ബോട്ട്സിലൊക്കെ കയറി രക്ഷപ്പെടുന്ന ആൾക്കാർ റെസ്ക്യൂ ചെയ്യപ്പെടുന്നത് വരെ പട്ടിണിയായി പോകരുതെന്ന് കരുതിയിട്ട് പരമാവധി ബ്രെഡുകൾ ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ചാൾസ് ചെയ്തത് പുരുഷന്മാർക്ക് പകരം പരമാവധി കുട്ടികളെയും സ്ത്രീകളെയും ലൈഫ് ബോട്ടിൽ കയറ്റി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അവസാനം ഇനി എന്തായാലും മുങ്ങും. അല്പനേരം കഴിയുമ്പോൾ താൻ ഈ ലോകത്ത് നിന്ന് ഇല്ലാതാകുമെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം കപ്പലിൽ പൊട്ടിക്കാതെ കിടക്കുന്ന മദ്യക്കുപ്പികളെ ലക്ഷ്യമാക്കി ചാൾസ് നടന്നു. മദ്യം പരമാവധി കഴിക്കുക എന്നതായിരുന്നു ചാൾസ് ചെയ്ത അടുത്ത കാര്യം. അവസാനം സംഭവിക്കാൻ പോകുന്ന ആ ഒരു വൻ ദുരന്തം നേരിട്ട് കാണാതിരിക്കാൻ മദ്യപിച്ച് മതോന്മത്തനായി ബോധം കെട്ട് വീണ് കളയാം എന്നതായിരുന്നില്ല ചാൾസിന്റെ ലക്ഷ്യം. മദ്യപിച്ച് മതോന്മത്തനായി ചാൾസ് തൻ്റെ ക്യാബിനിലേക്ക് നടന്നു. അങ്ങനെ നടക്കുന്നതിനിടയിലും ഒരുപാട് ടേബിൾസും ചെയറുകളും ഒക്കെ എടുത്തിട്ട് അദ്ദേഹം കടലിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടേയിരുന്നു. കടലിൽ അകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് മുങ്ങിപ്പോകാതെ പിടിച്ചു നിൽക്കാൻ അത് സഹായകമാകട്ടെ എന്ന് കരുതിയാണത്. അവസാനം അദ്ദേഹം കടലിലേക്ക് എടുത്തു ചാടി. ഒരുപാട് ആൾക്കാർ കടലിൽ ഇങ്ങനെ മരപ്പലകകളൊക്കെ പിടിച്ചുകൊണ്ട് ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്. പക്ഷേ ആളുകളെല്ലാം തന്നെ മിനിറ്റുകൾക്കകം ആ തണുപ്പിനെ അതിജീവിക്കാനാവാതെ മരിച്ചുപോയിക്കൊണ്ടേയിരുന്നു. പക്ഷേ തൻ്റെ ശരീരത്തിലുള്ള ആൽക്കഹോൾ ആ ഒരു കൊടും തണുപ്പിനെ പ്രതിരോധിക്കാൻ സഹായിച്ചത് കൊണ്ട് തന്നെ ഒരുപാട് മണിക്കൂറുകളോളം ചാൾസിന് ആ തണുത്തുറഞ്ഞ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ജീവനോടെ പിടിച്ചു നിൽക്കാൻ സാധിച്ചു. തന്നെ കൊണ്ടാവുന്നത് പോലെ അദ്ദേഹം മുന്നോട്ട് തുഴഞ്ഞുകൊണ്ടേയിരുന്നു. അധികം താമസിയാതെ ഒരു ലൈഫ് ബോട്ട് അദ്ദേഹത്തിന്റെ രക്ഷയ്ക്കെത്തി. പക്ഷേ കരയിലെത്തി നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ യാതൊരു ഇഞ്ചുറിയും തന്നെ ഉണ്ടായിരുന്നില്ല. താൻ മണിക്കൂറുകളോളം കടലിൽ കിടന്നു എന്ന് തെളിയിക്കാനുള്ള ഒരു ചെറിയ മുറിവ് പോലും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കണ്ടെത്താനായില്ല. ആൻഡ് ചാൾസിന്റെ കഥ ഇവിടെയും അവസാനിക്കുന്നില്ല. നേവിയിൽ ജോയിൻ ചെയ്ത് 78ാമത്തെ വയസ്സുവരെ സക്സസ്ഫുള്ളായ ഒരു ജീവിതം ജീവിച്ച് തീർക്കുന്നത് വരെ.